നാളത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള 3 സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ടാറ്റ മോട്ടോഴ്സ് കഴിഞ്ഞ ദിവസം 2.6% ഇടിഞ്ഞ് 724 ക്ലോസിംഗ് നൽകി. 2.6 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 6.34 52 വീക്ക് ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നു. കൂടാതെ സ്റ്റോക്ക് ഇപ്പോൾ ബിയറിഷ് ട്രെൻഡിലാണ്. ഓരോ ദിവസവും കമ്പനി പുതിയ 52 വീക്ക് ലോയും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ടാറ്റ മോട്ടോഴ്സിന് പ്രമുഖ ഡൊമസ്റ്റിക് ബ്രോക്കേജ് കമ്പനിയായ LKP സെക്യൂരിറ്റീസ് ബൈ എന്ന റേറ്റിംഗും 970 രൂപയുടെ ടാർഗറ്റും നൽകിയതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ്. LKP സെക്യൂരിറ്റീസ് ബൈ എന്ന റേറ്റിംഗ് നൽകിയതിന് പിന്നിലെ പ്രധാന കാരണം 2025 ഫിനാൻഷ്യൽ ഇയറിലെ സെക്കൻഡ് ഹാഫോടുകൂടി കൊമേഴ്സ്യൽ വെഹിക്കിൾസിൻ്റെ ഡിമാൻഡിൽ വർധന ഉണ്ടാകാൻ സാധ്യതയുള്ളതിനെ തുടർന്നാണ്. ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്ക് ഇപ്പോൾ അണ്ടർ പെർഫോം ചെയ്യുന്നതിന് പിന്നിലെ പ്രധാന കാരണം കമ്പനിയുടെ സബ്സിഡറിയായ ജഗ്വാർ ലാൻഡ് റോവറിൻ്റെ എബിറ്റയിലുണ്ടായ 11.7% ഇടിവാണ്. ലക്ഷറി കാറുകളുടെ ഡിമാൻഡ് ഇടിഞ്ഞത് കമ്പനിയുടെ പെർഫോമൻസിനെ പ്രതികൂലമായി ബാധിച്ചു. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് എക്സ്പെൻസ് ഉയർന്നതും ജഗ്വാർ ലാൻഡ് റോവറിൻ്റെ പെർഫോമൻസിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. 2025-27 ഫിനാൻഷ്യൽ ഇയറിലും ലോവർ ഗ്രോസ് മാർജിൻ കമ്പനിക്ക് ഫേസ് ചെയ്യേണ്ടി വരുമെന്നാണ് പല ബ്രോക്കേജ് ഏജൻസികളും പറയുന്നത്. ഇവിടെ ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന മറ്റൊരു പ്രധാന അപ്ഡേറ്റ് പെട്രോൾ ഡീസൽ വെഹിക്കിളുകൾക്ക് 18% GST ഇപ്രാവശ്യത്തെ GST കൗൺസിലിൽ ഏർപ്പെടുത്തിയപ്പോൾ EVക്ക് മുകളിൽ വെറും 5% GST ആണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. EV സെഗ്മെൻറ്റിലെ ഒരു ലീഡിംഗ് കമ്പനി ആയതുകൊണ്ടും ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്കിന് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. അതേസമയം സെക്കൻഡ് ഹാൻഡ് EVകൾക്ക് 18% GST ഗവൺമെൻറ് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് വാല്യൂ ബൈയിങ് പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾക്ക് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് സൊമാറ്റോയുമായി ബന്ധപ്പെട്ടത്. നാളെ ഇൻഡെക്സ് റീചെക്കിൻ്റെ ഭാഗമായി സെൻസെക്സിൽ JSW സ്റ്റീലിന് പകരം സൊമാറ്റോ സ്ഥാനം പിടിക്കുകയാണ്. ഇങ്ങനെ സ്ഥാനം പിടിക്കുന്നത് വഴി സൊമാറ്റോ എന്ന സ്റ്റോക്കിലേക്ക് $513 മില്യൺ ഫണ്ട് ഇൻഫ്ലോ വരും. അതേസമയം JSW സ്റ്റീലിൽ നിന്നും $252 മില്യൺ ഫണ്ട് ഔട്ട്ഫ്ലോയും വരും. സൊമാറ്റോ എന്ന സ്റ്റോക്ക് 6 മാസം കൊണ്ട് 43% റിട്ടേണും ഇയർ ടിൽ ഡേറ്റിൽ 126% റിട്ടേണും 2 വർഷം കൊണ്ട് 380% റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. കമ്പനിയുടെ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് 389% വർദ്ധിച്ച് 176 കോടിയായി മാറി. അതോടൊപ്പം തന്നെ റവന്യൂ 68% വർദ്ധിച്ച് 4799 കോടിയായി ഉയരുകയും ചെയ്തു. ജിയോവിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് അതായത് 55% വർധനവുണ്ടായി. സൊമാറ്റോയെ സംബന്ധിച്ചിടത്തോളം 275 വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ടാണ്. സ്റ്റോക്ക് 282 ട്രേഡ് ചെയ്യുന്നു. 300 എന്ന ലെവലിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിൻ്റ് ഓഫ് വ്യൂ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ അപ്ഡേറ്റ് L&Tയുമായി ബന്ധപ്പെട്ടത്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 2.3% ഇടിഞ്ഞ് 3622 ക്ലോസിംഗ് നൽകി. 5 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 36.9, ഡിവിഡൻഡ് ഈൽഡ് 0.7. 52 വീക്കിലോ 3175, 52 വീക്ക് ഹൈ 3963. L&T എന്ന കമ്പനിക്ക് ഇന്ത്യൻ ആർമിക്ക് ആർട്ടിലറി ഗൺ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി 7628 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ്. ഇന്ത്യൻ ആർമിക്ക് വേണ്ടി ഹൈ മൊബിലിറ്റിയും പ്രിസിസ് ടാർഗറ്റിംഗ് അതോടൊപ്പം തന്നെ ലോങ് റേഞ്ച് ലീത്തൽ ഫയർ പവർ ഉൾപ്പെടെയുള്ള വജ്ര ഗൺസ് സപ്ലൈ ചെയ്യാനുള്ള ഓർഡറാണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. L&T എന്ന കമ്പനിക്ക് ഡിഫൻസ് സെഗ്മെൻറ്റിൽ നിന്നും തുടർച്ചയായ ഓർഡറുകൾ ലഭിക്കുന്നുണ്ട്. റീസെൻ്റ്ലി നേവിയിൽ നിന്നും ഏകദേശം 31 വാട്ടർ ജെറ്റ് ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റുകൾ നിർമ്മിക്കുന്നതിനുള്ള ഓർഡറും കമ്പനിക്ക് ലഭിച്ചിരുന്നു. ഇവിടെ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്ന ഓർഡറിൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനിക്ക് കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതും സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. L&T എന്ന സ്റ്റോക്ക് ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ കൺസോളിഡേറ്റ് ചെയ്യുന്നു. 3250 സ്ട്രോങ് സപ്പോർട്ടും 3880 റെസിസ്റ്റൻസുമാണ് സ്റ്റോക്കിനുള്ളത്. സ്റ്റോക്ക് ഇപ്പോൾ 3630 ട്രേഡ് ചെയ്യുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.